കുടുംബത്തിലെ ഏക മകനാണ് ഗാലിബ്. എല്ലാ ബുദ്ധിമുട്ടും തരണം ചെയ്ത് അവന്റെ വീട്ടുകാർ അവന് വിദ്യാഭ്യാസം നൽകി. അവന്റെ 18-ാം വയസ്സിൽ അവൻ നാട് വിട്ടു. അങ്ങനെ അവൻ സൂർ പട്ടണത്തിലെ ഒരു പച്ചക്കറി മാർക്കറ്റിൽ എത്തി. 2 ദിവസം അവൻ അവിടെ വിശന്നു നടന്നു. ഒരു സാധനം വാങ്ങാൻ വന്ന അറബ് വംശജൻ അവനെ 10 ദിനാറും ഒരു വാട്ടർ ബോട്ടിലും കൊടുത്തു. അങ്ങനെ അന്ന് അവന് അവന്റെ വിശപ്പടക്കി 2 ദിനാർ ചെലവഴിച്ചു. ബാക്കി 8 ദിനാർ മിച്ചം വെച്ചു. അടുത്ത ദിവസം അവൻ സാധനം വാങ്ങി ടോളി തള്ളുന്നവരെ കൂടി അവരുടെ സാധനം ടോളിയിൽ വാങ്ങി വെച്ച് അവരുടെ വാഹനങ്ങളിൽ എത്തിച്ചു കൊടുത്ത് ലോഡ് ചെയ്ത് കൊടുത്തു. അതിനവർ അറിഞ്ഞു നൽകുന്ന ചില ദിനാറുകൾ അവൻ ഒരുമിച്ച് കൂട്ടി അത്യാവശ്യം ചിലവഴിച്ച് ബാക്കി മിച്ചം വെച്ചു. വർഷം പിന്നിട്ടു. അവന്റെ കാണ്ഡഹാർ ഗ്രാമം ഒരു മഴക്കെടുതിയിൽ വലിയ നഷ്ടം സംഭവിച്ചു. അവന്റെ ഉപ്പയും ഉമ്മയും അയൽവാസികളും എല്ലാം നഷ്ടപ്പെട്ട് ഗ്രാമത്തലവൻ നൽകിയ ഒരു കെട്ടിടത്തിലാണ് അന്ന് താമസം. എപ്പോഴും അവന്റെ ഉമ്മ അവനു വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ മകൻ ഒരു സമ്പന്നനായി തിരിച്ചു വരണേ എന്ന്, ഞങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഒരു സഹായി ആവണേ എന്ന്. ഒരു ദിനം അവൻ ഒരുപാട് ദൂരം നടന്ന് ഒരു എഴുത്ത് എഴുതി ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ലെറ്റർ ബോക്സ് കണ്ടെത്തി. അതിൽ അവൻ കത്ത് നിക്ഷേപിച്ചു. മാസങ്ങൾ വീണ്ടും കടന്നുപോയി. ആ കത്ത് ഗ്രാമത്തലവന്റെ അടുക്കലെത്തി. അദ്ദേഹം അവന്റെ ഉപ്പാനെ ഏൽപ്പിച്ചു. കത്ത് കിട്ടി. അവർക്ക് ഒരുപാട് സന്തോഷം ആയി. മോൻ അടുത്തു വരും എന്ന പ്രതീക്ഷയിൽ നാളുകൾ കഴിഞ്ഞു. അവൻ ഒരുമിച്ച് ഉണ്ടാക്കിയ ദിനാറിന് ഒരു റൂം എടുത്ത് അതിൽ അവൻ കച്ചവടം ആരംഭിച്ചു. വീണ്ടും മാസങ്ങൾ പിന്നിട്ടു. അവന് കച്ചവടം വലിയ വിജയമായി. ഭൂരിഭാഗം ആളുകളും അവന്റെ പരിചയത്തിലുള്ളതിനാലും അവൻ ഒരു സത്യസന്ധനാണ് എന്ന് അറിയുന്നതിനാലും കച്ചവടം അവനെ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചു. ഒരിക്കൽ അവൻ ചിന്തിച്ചു, ഇല്ലായ്മയിൽ നിന്നും എത്തിയ ഞാൻ ഇപ്പോൾ ഒരുപാട് സ്ഥാപനത്തിന്റെയും സ്വത്തിന്റെയും ഉടമസ്ഥനാണ്. എന്റെ നാട്ടിൽ പോകണം, എല്ലാവരെയും കാണണം, എല്ലാവർക്കും സഹായം ചെയ്യണം. പിറ്റേന്ന് പുറപ്പെട്ടു. ദിവസങ്ങൾ പിന്നിട്ടു. നാട്ടിലെത്തി. അവന്റെ മാതാവ് കരഞ്ഞു കെട്ടിപ്പിടിച്ചു. പാപ്പയും അല്പം കഴിഞ്ഞ് എത്തി. നാട്ടുകാർ കുശലം പറഞ്ഞ് തുടങ്ങി. അവൻ ഒന്നുമില്ലാതെ ആണ് വന്നത് എന്ന് ചിലർ പറഞ്ഞു. ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അവൻ ആദ്യം ഒരു വീട് വാങ്ങിച്ചു. പിന്നീട് അവന് 50 ദിനാർ സഹായിച്ച ആളെ കാണാൻ പോയി. അദ്ദേഹം വളരെ വിഷമത്തിലായിരുന്നു. അവരെ സഹായിച്ച് ഒരു വീടും വാങ്ങിക്കൊടുത്തു. അന്നു മുതൽ ഗ്രാമവാസികൾ വളരെ ഐശ്വര്യത്തിലും സന്തോഷത്തിലും ജീവിച്ചു.